വേദിയിലുള്ള CPM-ൻ്റെ സമുന്നതരായ നേതാക്കളെ, നാനായുടെ കുടുംബാംഗങ്ങളെ, സഹോദരി സഹോദരന്മാരെ, സഹാക്കളെ, സുഹൃത്തുക്കളെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ എക്കാലത്തെയും പ്രമുഖ നേതാക്കളെയും ദേശീയാടിസ്ഥാനത്തിൽ തന്നെ പ്രമുഖനായിരുന്നു സഖാവ് VK നായനാർ. ദേശീയ പ്രസ്ഥാനത്തിലൂടെയാണ് നായനാർ യഥാർത്ഥത്തിൽ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത്. വളരെ കുട്ടിയായിരിക്കുന്ന ഘട്ടം മുതൽ നവോത്ഥാന മുദ്രാവാക്യങ്ങൾ അദ്ദേഹത്തെ ആവേശം കൊള്ളിച്ചിട്ടുണ്ട്. പഠിക്കുന്ന ഘട്ടത്തിൽ താഴ്ന്ന ജാതിക്കാർക്ക് അഡ്മിഷൻ നൽകാത്ത സ്കൂൾ മാനേജ്മെൻറ്റിനെതിരായി തൻ്റെ കൊണ്ടുതന്നെയാണ് കലാപം നടത്തിക്കൊണ്ടാണ് സാമൂഹിക ജീവിതത്തിലേക്ക് സുഗമമായ കടന്നു വരുന്നത്. അതുകൊണ്ട് ദേശീയ പ്രസ്ഥാനം എന്നതിൻ്റെയും കുറേ കൂടി മുമ്പേ നവോത്ഥാന പ്രസ്ഥാനത്തിലൂടെയാണ് സുഗമനായ തുടക്കം. പിന്നീട് 1940 മുമ്പ് ബാലസംഘം രൂപീകരിക്കുന്ന സന്ദർഭത്തിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായി അനുബന്ധമായി ബാലസംഘത്തിൻ്റെ ഏറ്റവും പ്രമുഖനായ നേതാവായിട്ട് രംഗത്ത് വരികയും പിന്നീട് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെയും അതുപോലെ തന്നെ തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും വളരെ പ്രധാനപ്പെട്ട പോരാളിയായി ഏറ്റവും ഉജ്ജ്വലനായിട്ടുള്ള പടനായകനായി രംഗത്ത് വരികയും വളരെ ചെറുപ്പം മൊറാഴ സംഭവമാണ് സഖാവ് നായനാരുടെ ജീവിതത്തിലെ വഴിത്തിരിവായത്. 1940 സെപ്റ്റംബർ 15 അന്ന് രൂപം കൊണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി 39ൻ്റെ അവസാനം രൂപം കൊണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തീരുമാനമനുസരിച്ച് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് തന്നെ ചെമ്പതാക ഉയർത്തി നടത്തിയ ആദ്യത്തെ സമ്മേളനമാണ് കീച്ചേരിയിൽ നടത്താൻ തീരുമാനിച്ച് കുട്ടിക്കൃഷ്ണ മേനോൻ കീച്ചേരിയിലുള്ള സമ്മേളനം നിരോധിച്ച് നിരോധനാജ്ഞയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് മുറാഴിയുടെ ഭാഗമായ 5-ാം പുരിയിലേക്ക് കാൽനടയായി യാത്ര പോവുകയാണ്. ജാതിയായിട്ടും കാൽനടയായിട്ടും അവിടെ എത്തിച്ചേർന്നപ്പോഴാണ്, യോഗം ആരംഭിക്കുമ്പോഴാണ് മർദ്ദവീരനായ ആറോണിൽ സമരം തകർക്കാൻ പ്രത്യേകമായി കൊണ്ടുവന്നതാണ് കുട്ടിക്കൃഷ്ണ മേനോൻ എന്ന ഇൻസ്പെക്ടർ. അദ്ദേഹവും തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലുള്ള കുറേ പോലീസുകാർ വെടിവെപ്പ് നടത്താൻ ആജ്ഞാപിക്കാൻ അർഹതയുള്ള റവന്യൂ ഉദ്യോഗസ്ഥന്മാർ കുട്ടിക്കൃഷ്ണ മേനോൻ്റെ വളപട്ടണം പോലീസ് സ്റ്റേഷൻ്റെ അതിർത്തി കടന്ന് തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ്റെ അതിർത്തിയിൽ അവിടെ ഇവിടെ ഈ വിഭാഗങ്ങളെല്ലാം സംഘടിപ്പിച്ച് നേരെ 5-ാം പിടിയിലേക്ക്, ഇന്നത്തെ പോലെ യാത്രാ സൗകര്യങ്ങളൊന്നും ഇല്ലാതാണ് അവിടെ എത്തുക. ഭാരതീയനായിരുന്നു അതിൻ്റെ അധ്യക്ഷൻ, ഭാരതീയൻ. അധ്യക്ഷ പ്രസംഗം നടത്തി കഴിഞ്ഞിരുന്ന സന്ദർഭത്തിൽ പ്രസംഗം ആരംഭിക്കുന്നതിന് മുമ്പ് കുട്ടിക്കൃഷ്ണ മേനോൻ എന്ന ഈ മർദ്ദക വീരൻ അവിടെ എത്തി വിഷ്ണുഭാരതിയോട് അധ്യക്ഷനോട് പറഞ്ഞു, ഇനി യോഗം തുടരുത്, യോഗം പിരിച്ചുവിടണം. വിഷ്ണുഭാരതിയൻ പറഞ്ഞു, അജണ്ട തീർന്നാൽ പിരിച്ചുവിടാം. അപ്പോൾ സ്വാഭാവികമായിട്ട് ദേശീയ
ഉടനെ തന്നെ മുൻകൂപിയായ കുട്ടികൃഷ്ണമേനോൻ ലാത്തിച്ചാർജിന് ആഹ്വാനിച്ചു. ഓർഡു. ഈ സന്ദർഭത്തിലാണ് APR ഗോപാലൻ പിന്നീട് ഞാനല്ല മൂറാഴ സമരത്തിൻ്റെ സമരനായകൻ, അത് അറാക്കൽ കുഞ്ഞിരാമനാണ് എന്ന് അദ്ദേഹം തന്നെ വിശദീകരിച്ചു. അറാക്കലും അതുപോലെ തന്നെ സഖാക്കളും കുറേ ആളുകളും കണ്ടക്കൈ മേഖലയിൽ നിന്ന് ജാഥയായി 5-ാം പീടിയിലെത്തുകയാണ്. അപ്പോഴാണ് ലാത്തിച്ചാർജ് ആരംഭിക്കുന്നത്. പൊതുയോഗത്തിൻ്റെ സ്റ്റേജിലേക്ക് വളണ്ടർ ക്യാപ്റ്റനാണ് അറാക്കൽ കുഞ്ഞിരാമൻ. അറാക്കൽ കുഞ്ഞിരാമനെ കണ്ട ആളുകൾ ഇതിനകത്തുണ്ടാവും, വളരെ അപൂർവമായി. അദ്ദേഹം മുമ്പേ മരിച്ചു. അദ്ദേഹം അവിടെ കയറി നിന്നിട്ട് ലാത്തിച്ചാർജ് അഭിമുഖീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം നല്ല വളണ്ടിയർ പരിശീലനം കിട്ടിയിട്ടുള്ള നേതാവായിരുന്നു. ഓടരുത് എന്ന് പറഞ്ഞു, നിൽക്കാൻ പറഞ്ഞു. അവിടെ നിന്നു. അതോടെ ലാത്തിച്ചാർജ് അവസാനിച്ചു. ഓടിച്ചുകൊണ്ട് മാത്രമേ ലാത്തിച്ചാർജ് നടത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ നിയമം. ലാത്തിച്ചാർജ് അവസാനിച്ചപ്പോൾ വെടിവെക്കാൻ പറഞ്ഞു. വെടിവെക്കാൻ ഉത്തരവ്. മാങ്ങാട്ട് നെടുമ്പൂർ നെല്ലിയാശ്ശേരിയിലെ പ്രധാനപ്പെട്ട വ്യക്തികൾ ഉൾപ്പെടെ നിരവധി ആളുകൾക്ക് വെടിയേറ്റു. ആ വെടിവെപ്പിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് ജനങ്ങൾ ചെറുത്തു നിന്നത്. അതിൻ്റെ ഭാഗമായി കുട്ടികൃഷ്ണമേനോൻ അവിടെ തന്നെ മരിച്ചു. ഗോപാലൻ നായർ പിന്നീട് ആശുപത്രിയിൽ നിന്ന് മരിച്ചു. 2 പേര് ഇവിടെ മരിച്ചപ്പോൾ അന്നേ ദിവസം തന്നെ സെപ്റ്റംബർ 15-ന് ഈ ദിനാചരണ പരിപാടിയുടെ ഭാഗമായിട്ട് തലശ്ശേരി കടപ്പുറത്തേക്ക് മാർച്ച് ചെയ്ത യുവധീരന്മാരായ കമ്മ്യൂണിസ്റ്റ് പോരാളികളെ നെഞ്ചു നോക്കി വെടിവെച്ച് അബൂവിനെയും ചാത്തുകുട്ടിയെയും മൃഗീയമായി ബ്രിട്ടീഷ് പീരങ്കിപ്പട വെടിവെച്ചു കൊന്നു. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് രക്തസാക്ഷികൾ അബൂ ചാത്തുകുട്ടിയാണ്. പക്ഷെ മൂറാഴ സംഭവം ലോകപ്രസിദ്ധമായി. ബ്രിട്ടീഷ് പത്രങ്ങൾ എഴുതി, ഇനി ബ്രിട്ടീഷുകാരുടെ ഗണ്ണപ്പെട്ടു വരികയാണ്, കുറഞ്ഞു വരികയാണ്. സിവിലിയൻ ജനവിഭാഗം ഭരണകൂടവുമായി ഏറ്റുമുട്ടാൻ തുടങ്ങിയിരിക്കുന്നു. അതാണ് മൂറാഴ സംഭവത്തിൻ്റെ പ്രത്യേകത. ഈ മൂറാഴ സംഭവത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് ഐതിഹാസികമായ പോരാട്ടത്തിൻ്റെ നേതൃത്വ നിലയിലേക്ക് സഖാവ് നായനാർ വരുന്നത്. നായനാരൊന്നും വളരെ ചെറുതാണ്. നായരുടെ ബന്ധുക്കൾ ഉൾപ്പെടെ APR ഗോപാലനും അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഇതിൻ്റെ ഒപ്പം തന്നെയുണ്ട്. അവരുടെ എല്ലാം ഒപ്പം പ്രതിയാക്കപ്പെട്ട നായനാർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നായനാരുടെ ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവായി മാറുന്ന ഒളിവിലേക്ക് പോവുകയാണ്. ഒളിവിലേക്ക് 40 സെപ്റ്റംബർ 15-ന് ശേഷം പലരും പല ഭാഗത്ത് ഒളിവിന് പോയപ്പോഴും സഖാവ് നായനാരുടെ ഒളിവ് കേന്ദ്രം കളേരി, വെസ്റ്റളേരി ആ മേഖലയിൽ നിന്നാണ് സഖാവ് കയ്യൂർ സംഭവത്തിൻ്റെ തലങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. മൂറാഴ സംഭവത്തിൻ്റെയും കയ്യൂർ സമരത്തിൻ്റെയും നായകന്മാരുടെ പട്ടികയിൽ സഖാവ് നായനാരുണ്ട്. ആ ഒളിവ് ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് കയ്യൂർ മേഖലയിലുള്ള കർഷക മേഖലയിലെ കൃഷിക്കാരുടെ മക്കളെ, ചെറുപ്പക്കാരെ, ചെറിയ യുവാക്കളെ, AV കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഇവരോടെല്ലാം ഒപ്പം ചേർന്ന് അവിടെ കയ്യൂരിൻ്റെ ഭാഗമായിട്ട് ഈ മൂറാഴയുടെ ആവേശം കൂടി ചേർന്ന് അതിശക്തിയായ കർഷക പ്രസ്ഥാനം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ശക്തിപ്പെട്ട് നിൽക്കുന്ന സന്ദർഭത്തിലാണ് കയ്യൂർ സംഭവം ഉണ്ടായത്. അതിൽ പ്രതിയായി സഖാവ് നായനാരും മാറി. അങ്ങനെ നായനാർ മൂറാഴ സംഭവത്തിൻ്റെ പ്രതിയായി. പിന്നീട് കയ്യൂർ സംഭവത്തിൻ്റെ ഈ 2 കേസിലും സഖാവ് നായനാരെ പിടിക്കാൻ സാധിച്ചിട്ടില്ല. മൂറാഴ സംഭവത്തിൻ്റെ വിചാരണ നടക്കുമ്പോൾ സഖാവ് നായനാർ ഒളിവിലായിരുന്നു. കയ്യൂർ സംഭവത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിചാരണയും പ്രശ്നങ്ങളും വരുമ്പോഴും സഖാവ് ഒളിവിലായിരുന്നു. മാത്രമല്ല, ഇവിടെ നിന്ന് മാറി തിരുവനന്തപുരത്തേക്ക് പോയി കേരള കൗമുദിയുടെ പത്രപ്രവർത്തകനായി. അങ്ങനെ ജീവിതത്തിൻ്റെ ഒരു തുറയിലേക്ക് അങ്ങോട്ട് നീങ്ങുകയാണ്. നിങ്ങൾക്കറിയാം, കുറേയും കൂടി കഴിഞ്ഞപ്പോഴും വീണ്ടും സഖാവ് നായനാർ കണ്ണൂരിലേക്ക് വരികയാണ്.
കണ്ണൂരിലെ താലൂക്കിൻ്റെ സെക്രട്ടറിയായി, കണ്ണൂർ താലൂക്ക് സെക്രട്ടറി. ഇതിനെ തുടർന്നാണ് യഥാർത്ഥത്തിൽ പിന്നീടുള്ള പാർട്ടി നേതൃത്വത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് സഖാവ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയാകും. വളരെ സുഖ 11 വർഷക്കാലമാണ് സഖാവ് നായനാർ അവിടെ സെക്രട്ടറിയായി. 11 വർഷം കോഴിക്കോട്. തുടർന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാകുന്നത്. അതിനു മുമ്പ് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായിട്ട് സെൻട്രൽ കമ്മിറ്റിയിൽ നിന്ന് 32 പേര് ഇറങ്ങി വന്നപ്പോൾ ആ കൂട്ടത്തിൽ സഖാവ് നായനാരുണ്ടായി. അതിനെ തുടർന്നാണ് യഥാർത്ഥത്തിൽ CPIM സെൻട്രൽ കമ്മിറ്റിയിലേക്ക് വരുന്നത്. പിന്നീടാണ് പോളിംഗ് ബ്യൂറോയിലേക്ക് വരുന്നത്. ഞാനിതിൻ്റെ എല്ലാ ചിത്രങ്ങളിലേക്ക് കടക്കാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നു. അങ്ങനെ സഖാവ് നായനാർ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി. 2 മേഖലയിൽ 2 ഭാഗം, 2 പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലായി 11 വർഷം അവിടെയും സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി. മുഖ്യമന്ത്രിയായി ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായ റെക്കാർഡ് സഖാവ് നായനാരുടെ പേര് തന്നെയാണ്. എത്ര കാലം മുഖ്യമന്ത്രിയായി എന്നുള്ളതല്ല, 1980 മുഖ്യമന്ത്രിയായ ആദ്യം ഇന്ത്യയിൽ എവിടെയും ഇല്ലാത്ത രീതിയിൽ ഒരു പുതിയ പ്രഖ്യാപന സഖാവ് നായനാർ നടത്തിയത് കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുക്കും എന്നതാണ്. കർഷക തൊഴിലാളിയുടെ അധ്വാന മൂല്യം കണക്കാക്കി ആ അധ്വാന മൂല്യത്തിന് വിലയുണ്ട് എന്നും അതിൻ്റെ കൂലി വാങ്ങി, തുച്ഛമായ കൂലി വാങ്ങി അധ്വാനിച്ച് കേരളത്തെ ഊട്ടുന്നതിന് വേണ്ടി പ്രവർത്തിച്ച പാവപ്പെട്ട കർഷക തൊഴിലാളിക്ക് ജീവിതത്തിൻ്റെ അവസാന ഘട്ടം വരുമ്പോൾ, ഒരു 60 വയസ്സ് കഴിയുമ്പോൾ പെൻഷൻ അർഹതയുണ്ട് എന്ന് തൊഴിലാളി വർഗ വീക്ഷണത്തിൽ നിന്നുകൊണ്ട് ഒരു ഭരണ സംവിധാനത്തിൻ്റെ ഒപ്പം നിന്ന് സഖാവ് നായനാരുടെ പ്രഖ്യാപനവും അന്ന് 45 രൂപയാണ് പ്രഖ്യാപിച്ചത്. ഇന്നത് 1600 രൂപയായിട്ട് ഉയർന്നു. ആധുനിക കേരളത്തെ രൂപപ്പെടുത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാൽവെപ്പായിരുന്നു അത് കർഷക തൊഴിലാളിക്ക് പെൻഷൻ. ജനകീയ ആസൂത്രണ പ്രസ്ഥാനം എങ്ങനെ ഒരു മുതലാളിത്ത സമൂഹത്തിൽ വികേന്ദ്രീകൃതമായ ആസൂത്രണം സംഘടിപ്പിക്കാമെന്ന കൃത്യമായ കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് സാർവദേശീയ തലത്തിൽ തന്നെ ചർച്ച നടത്തി കൃത്യമായിട്ട് ജനകീയ ആസൂത്രണം പ്രഖ്യാപിച്ചു. വികേന്ദ്രീകൃത ആസൂത്രണം അതിൻ്റെ ഉൽപ്പന്നമാണ് നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ 10-26 വർഷങ്ങൾക്ക് മുമ്പുള്ള നമ്മുടെ കുടുംബശ്രീ. സ്ത്രീ ശാക്തീകരണത്തിൽ ഇതുപോലെ ലോകത്തിന്റെ മുമ്പിൽ അത്യപൂർവമായ സംഘശേഷിയുള്ള ഒരു വിഭാഗമായി സ്ത്രീകളെ മാറ്റിയ അനുഭവം പറയില്ല, ഇന്ത്യയിലെവിടെയില്ല. മറ്റിന്ത്യൻ രാജ്യങ്ങൾ, ലോകരാജ്യങ്ങളുണ്ടോ എന്നതിനെ പറ്റി എനിക്ക് പൂർണ്ണമായിട്ട് പറയാൻ സാധിക്കില്ല. അത്ഭുതമാണ്. ഇന്നിപ്പോഴേ ഏറ്റവും ശക്തമത്തായ സ്ത്രീപക്ഷ മുന്നേറ്റത്തിൻ്റെ കേന്ദ്രമായി ഈ പറയുന്ന കുടുംബശ്രീ മാറി. ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജോലി കൊടുക്കാൻ സാധിക്കുന്ന പുതിയ സംവിധാനങ്ങൾ ഉയർന്നു വന്നു, സംരംഭ പ്രവർത്തനങ്ങൾ ഉയർന്നു വന്നു. നൂതനമായ മാർഗങ്ങളിലൂടെ അതിനെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പിണറായി വിജയൻ ഗവൺമെൻറ്, LDF ഗവൺമെൻറ്. അതൊരു വലിയ മുന്നേറ്റമാണ് കേരളത്തിന്. പാർലമെന്റിലായാലും പാർലമെന്റിൽ എന്ന രീതിയിൽ കേരളത്തിലാകുമ്പോൾ പാർലമെന്ററി പ്രവർത്തനത്തിന്റെ ഭാഗമായി, ഇനി പാർലമെന്ററി പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നടന്നാൽ നിയമനിർമ്മാണത്തിന് ശേഷം നടക്കാതെ കാര്യം വരുമ്പോൾ ജനകീയ മുന്നേറ്റത്തിന്റെ പാർലമെന്റേതര മാർഗത്തിലൂടെ 1969 തീരുമാനിച്ച കാർഷിക ഭൂപരിഷ്കരണ ഭേദഗതി നിയമം, ജന്മിത്വം അവസാനിപ്പിക്കുന്ന നിയമം നടപ്പിലാക്കാൻ കൂട്ടാക്കാത്ത നമ്മുടെ ഗവൺമെന്റ് പോയതിനു ശേഷം രൂപം കൊണ്ടുവന്ന ഗവൺമെന്റിനെതിരായി അതിശക്തിയായ പോരാട്ടം നടത്തിയ 1969 ഡിസംബർ മാസം 14 അന്നാണ് അറവുകാട് മൈതാനത്തിൽ വമ്പിച്ച് 5 ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുത്ത സമ്മേളനം. ആ സമ്മേളനത്തിൽ സുന്ദരയ്യുണ്ട്, EMS ഉണ്ട്, AKE ഉണ്ട്, നായനാരുണ്ട്, PS അച്യുതാനന്ദനുണ്ട്, CH കണാരനുണ്ട്, അഴീക്കോടൻ രാഘവനുണ്ട്. ഇവരെല്ലാം ഉണ്ട്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ലോകത്തിന്റെ മുമ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട വിജയകരമായ ഒരു നിലപാട്, അത് പ്രത്യശാസ്ത്രപരമായ കാഴ്ചപ്പാടായി രൂപപ്പെട്ടു. പാർലമെന്ററി പ്രവർത്തനത്തിലൂടെ നിയമം നിർമ്മിക്കുക, പാർലമെന്റേതര പ്രവർത്തനത്തിലൂടെ നിയമം നടപ്പിലാക്കുക. കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു സ്റ്റൈലാണ് ലോകത്ത്. പാർലമെന്ററി പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നിയമം നിർമ്മിക്കും, പാർലമെന്റേതര മാർഗം അടിസ്ഥാനപ്പെടുത്തിയിട്ട് ജനകീയ മുന്നേറ്റത്തിലൂടെ അത് നടപ്പിലാക്കും. ഇതാണ് ലോകത്തിന് നൽകിയ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം, പ്രത്യേകിച്ച് CPIM-ന്റെ പ്രത്യശാസ്ത്രപരമായ ഒരു കാഴ്ചപ്പാട്. മാർക്സിസം ലെനിനിസത്തെ പ്രായോഗികതയിൽ ചാലിച്ച്
എങ്ങനെ ഫലപ്രദമായി സാമൂഹ്യ മുന്നേറ്റം നടത്താൻ കഴിയുമെന്നുള്ളതാണ് പ്രത്യശാസ്ത്രം. അതിനെയാണ് പ്രത്യശാസ്ത്രം എന്ന് പറയുക. മാർക്സിൻ ദർശനമല്ല പ്രത്യശാസ്ത്രം, മാർക്സിന് അർത്ഥശാസ്ത്രമല്ല പ്രത്യശാസ്ത്രം. പ്രത്യശാസ്ത്രം മാർക്സത്തെ അടിസ്ഥാനപ്പെടുത്തിയ പ്രായോഗിക പ്രവർത്തനത്തിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അരിച്ച് ചേർപ്പിച്ച് അതിൻ്റെ ഭാഗമായിട്ട് പുതിയ കാര്യം ലോകത്തിന് നൽകുമ്പോഴാണ് അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, ഈ ഇന്ത്യയിലെ പ്രസ്ഥാനം ലോകത്തിന് നൽകുന്ന പ്രത്യശാസ്ത്രത്തിലെ പ്രത്യേകതയോടുകൂടി അവതരിപ്പിക്കപ്പെടുന്നത്. അതാണ് പ്രത്യശാസ്ത്രത്തിൻ്റെ പ്രത്യേകത. ആ പ്രത്യശാസ്ത്രം ഇതാണ്: പാർലമെന്ററി പ്രവർത്തനത്തിലൂടെ നിയമം നിർമ്മിക്കുക. പറ്റിയാൽ പാർലമെന്ററി പ്രവർത്തനത്തിലൂടെ നിയമം നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കാൻ കൂട്ടാക്കാതിരിക്കുമ്പോൾ, വലതുപക്ഷം ആ നിലപാട് സ്വീകരിക്കുമ്പോൾ, ഈ പറഞ്ഞ രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർലമെന്റേതര മാർഗം അടിസ്ഥാനപ്പെടുത്തി ജനകീയ മുന്നേറ്റത്തിലൂടെ അത് സ്ഥാപിച്ചെടുക്കുക. ഇതാണ് ലളിതമായ കാര്യം. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് തീരുമാനിച്ചു. 1969 ഒക്ടോബർ 14 നിയമം പാസ്സാക്കാതപ്പോൾ, നടപ്പിലാക്കാതപ്പോൾ ഡിസംബർ 14 ഈ മഹാ നേതാക്കന്മാർ മുഴുവൻ പങ്കെടുത്ത സമ്മേളനത്തിൽ സഖാവ് AK ജിയാണ് സമര പ്രഖ്യാപന പ്രസംഗം നടത്തിയത്. ആ പ്രഖ്യാപനം എങ്ങനെയായിരുന്നു? വലിയ പോരാട്ടങ്ങളിലൂടെ, സമരങ്ങളിലൂടെ കേരളത്തിലെ ജനകീയ മുന്നേറ്റത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ ഗവൺമെന്റ്, ഇടതുപക്ഷം, അതും ഗവൺമെന്റാണ്, സപ്തമുന്നണി ഗവൺമെന്റാണ്, 67 അധികാരത്തിൽ വന്ന ഗവൺമെന്റ്. ഗൗരിയമ്മയാണ് ആ നിയമം പൈലറ്റ് ചെയ്തത്. അതിന് ഭാഗമായിട്ട് നിയമം നിർമ്മിച്ചു. ആ നിയമം നടപ്പിലാക്കാൻ കൂട്ടാക്കാത്ത സാഹചര്യത്തിൽ നിങ്ങൾ നിയമം നടപ്പിലാക്കിയാലും ഇല്ലെങ്കിലും, അതാ പ്രയോഗം, നടപ്പിലാക്കിയാലും ഇല്ലെങ്കിലും ഞങ്ങൾ 1970 ജനുവരി മാസം 1 അന്ന് ഈ നിയമം നടപ്പിലായതായി ഞങ്ങളിതാ പ്രഖ്യാപിക്കുന്നു. സഖാവേ AK ജിയുടെ പ്രസംഗം. ആ സമ്മേളനം പിരിഞ്ഞു. പിന്നെ വളരെ ചുരുക്കം ദിവസം മാത്രമേ ഉള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കർഷക തൊഴിലാളി പ്രസ്ഥാനവും കർഷക പ്രസ്ഥാനവും എല്ലാം തയ്യാറെടുപ്പ് നടത്തി. 1970 ജനുവരി മാസം 1 കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളം 10,000-കണക്കിന് കമ്മ്യൂണിസ്റ്റുകാർ, കർഷക തൊഴിലാളിയുടെയും കർഷക പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ, പ്രവർത്തകരെല്ലാം പുലരുമ്പോൾ ഈ കുടികളപ്പ് മുഴുവൻ വളച്ചു കെട്ടി, കൃഷിഭൂമി മുഴുവൻ സ്വന്തമാക്കി, അങ്ങനെ വലിയ പോരാട്ടത്തിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട 18 സഖാക്കളാണ് ആ സമരഭൂമിയിൽ മരിച്ചു വീണത്. ഭാർഗവി എന്ന ഒരു സ്ത്രീ സഖാവിനെ ആലപ്പുഴയിൽ വെടിവെച്ചു കൊന്നു ഈ പോലീസ്. അന്നത്തെ പോലീസിന്റെ ഏറ്റവും ശക്തമത്തായ കടന്നാക്രമണത്തിന്റെ ഭാഗമായിട്ട് വെടിവെച്ചു കൊന്നു. നിരവധി സഖാക്കൾ ജയിലിൽ കിടക്കേണ്ടി വന്നു. നിരവധി സഖാക്കൾക്ക് മർദ്ദനമേറ്റു വന്നു. വലിയ വടിയുമായിട്ട് ഇറങ്ങിയിട്ടുള്ള പോലീസ് ഒരു പുതിയ പോലീസാണ്, CRP. അവരെല്ലാം കൂടി ചേർന്ന് മിച്ചഭൂമി സമരം ഉൾപ്പെടെ ഈ കേരളത്തിൽ നടന്ന പശ്ചാത്തലത്തിൽ 2 കൊല്ലക്കാലം അതിശക്തിയായ നരവേട്ട നടത്തി CPM-നും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും സഖാക്കൾക്കുമെതിരായിട്ട്. പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാം കണക്കാണെന്ന് പറയുന്നവരുടെ മുമ്പിൽ ഇതാ കൃത്യമായി കണക്ക് വെച്ച് പറയുകയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഭൂബന്ധത്തിൽ മൗലികമായ മാറ്റം വരുത്തി ജന്മിത്വം അവസാനിപ്പിച്ച് 36 ലക്ഷം കുടുംബങ്ങൾക്ക് 5 സെന്റ് മുതൽ 15 ഏക്കർ വരെ ഭൂമി അവർക്ക് ലഭിച്ചു. 15 ഏക്കർ വരെ ഭൂമി ലഭിച്ചു. എത്ര? 36 ലക്ഷം കുടുംബങ്ങൾക്ക് കേരളത്തിൽ. അതായി കേരളം, ആധുനിക കേരളം രൂപപ്പെട്ടതിന്റെ അടിസ്ഥാനപരമായ കാര്യം അതാണ്. ഈ ഭൂബന്ധത്തിൽ മൗലികമായ മാറ്റം ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിലും നടക്കാത്ത കാര്യം കേരളത്തിൽ മാത്രമായി നടന്നു. 57 മുതൽ VMSന്റെ ഗവൺമെന്റ് മുതൽ വിദ്യാഭ്യാസ മേഖലയിൽ വന്ന വമ്പിച്ച മാറ്റം, അതും കേരളത്തെ പുതിയ തലത്തിലേക്ക് ഉയർത്തി. ഇന്ന് അഭ്യസ്തവിദ്യരായ യുവതീ-യുവാക്കളാണ് മുഴുവൻ വീടുകളിലുമുള്ളത്. ഇന്ത്യയിൽ എവിടെയും ഇല്ലാത്ത ഈ പ്രത്യേകത കേരളത്തിന്റെ മാത്രമായിട്ട് ഉയർന്നു വന്നതിന്റെ പശ്ചാത്തലം ഈ പറയുന്ന മാറ്റങ്ങളിലൂടെയാണ്. അതിൻ്റെ ഒപ്പം ചേർന്നുകൊണ്ടാണ് സാക്ഷരതാ പ്രസ്ഥാനം മുന്നേറിയത് സർവനായരുടെ കാലത്ത് തന്നെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനകീയ ആസൂത്രണത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അധികാര വികേന്ദ്രീകരണം, അതിന് തന്നെ ഉൽപ്പന്നമായ കുടുംബശ്രീ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ആധുനിക സമൂഹത്തോടൊപ്പം നമുക്ക് എങ്ങനെയാണ് കേരളത്തെ നയിക്കാനാവുക എന്നതിൽ നിന്നാണ് IT മേഖലയിൽ ഏറ്റവും ശ്രദ്ധേയമായ ശ്രമം ആരംഭിച്ചത് തിരുവനന്തപുരം ജില്ലയിൽ ആദ്യം. അതാണ് പ്രധാനപ്പെട്ട പാർക്കായി, ടെക്നോ പാർക്കായിട്ട് കടന്നു വന്നത്. ലോകത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹബ്ബായി ഇത് മാറ്റി. ഇങ്ങനെ കേരളത്തിന്റെ സമഗ്ര വികസനം മുന്നോട്ടേക്ക് നയിക്കുന്ന അടിത്തറവാകിയ
കേരളത്തിൻ്റെ ഭരണാധികാരികളിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരുടെ പട്ടികയിൽ സഖാവ് നായനാർ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്താണുള്ളത് എന്ന കാര്യം ഞാൻ അനുസ്മരിച്ചു എന്ന് മാത്രമേ. ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് പറയാനുണ്ട്. മണിക്കൂറുകൾ പറഞ്ഞാലും തീരാതെ അത്ര കാര്യങ്ങൾ സഖാവ് നായനാരെ പറ്റി പറയാം. നായരുടെ പെരുമാറ്റം, നായരുടെ സമീപനം, സ്വഭാവം, എല്ലാറ്റിനെയും വളരെ ഗൗരവത്തോടെ കാണാനുള്ള ശേഷി, എന്നാൽ വളരെ ലളിതമായിട്ട് അത് അവതരിപ്പിക്കാൻ, ജനങ്ങളിൽ എത്തിക്കാനുള്ള അദ്ദേഹത്തെ സർഗ കഴിവ്, വളരെ സജീവമായ രീതിയിൽ കേരള രാഷ്ട്രീയത്തെ ചലിപ്പിച്ച് കേരളത്തിലെ മുഴുവൻ മനുഷ്യരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും പ്രിയപ്പെട്ട നായനാരാക്കി ആ നായനാരുടെ സവിശേഷതയിലൂടെ വളർത്തിയെടുത്തു. അങ്ങനെ ഈ കേരളത്തെ ആധുനിക കേരളമാക്കുന്നതിനു വേണ്ടി ത്യാഗപൂർണമായി പ്രവർത്തിച്ച സഖാവിൻ്റെ ജീവചരിത്രം വായിക്കേണ്ടതാണ്. കാട്ടിൽ കിടന്നുറങ്ങുമ്പോൾ കാട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്തതികൾ മനുഷ്യന്മാർ മാത്രമല്ലല്ലോ, പാമ്പ്, ഇഴജന്തുക്കൾ, വിഷമുള്ള മൂർഖൻ ഉൾപ്പെടെ കിടന്നുറങ്ങുന്ന സന്ദർഭത്തിൽ കൃത്യമായിട്ട് പിന്നീട് മനസ്സിലാക്കുകയാണ് കാലിൻ്റെ മേലെ കൂടി ഇഴഞ്ഞുപോയ മൂർഖൻ പാമ്പിനെ. ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. കുളിക ജീവിതം എന്ന് പറയുന്നത് വളരെ വളരെ ദുഷ്കരമായ ഒന്നായിരുന്നു. അന്നിന്നത്തെ പോലെ പടർന്ന് പന്തലിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊന്നുമില്ല. അങ്ങനെ ഏത് ത്യാഗപൂർണമായ പ്രവർത്തനങ്ങൾക്ക് മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കാൻ ശേഷി നേടിയ കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയായ സഖാവ് നായനാരെ നമ്മളിന്ന് സ്മരിക്കുമ്പോൾ വർത്തമാനകാലം വളരെ സങ്കീർണമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഭീകരവാദികൾ ഇന്ത്യയെ തന്നെ തകർക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതാണ് ജമ്മു ആൻഡ് കാശ്മീരിൽ കണ്ടത്. ജമ്മു ആൻഡ് കാശ്മീരിലുണ്ടായ ഭീകരവാദത്തെ എതിർക്കാൻ നേതൃത്വപരമായ പങ്കുവഹിച്ച മുസ്ലിം നാമധാരികളെ ഒരു BJP മന്ത്രി തന്നെ പറഞ്ഞത്, അവൾ ആ ഓപ്പറേഷൻ സിന്ദൂറിന് നേതൃത്വം കൊടുത്ത ഒരു മുസ്ലിം വനിതയെ പറ്റി പറഞ്ഞത്, സൂഫിയ പറഞ്ഞത്, അവൾ ഭീകരവാദികളുടെ സഹോദരിയാണ് എന്ന്. എത്ര കലുഷിതമാണ് അവതരണം! അവരുടെ പേര് മുസ്ലിം പേരായതുകൊണ്ട് ത്യാഗപൂർണമായ ഓപ്പറേഷൻ സിന്ദൂറിന് നേതൃത്വം കൊടുത്ത വനിത, പട്ടാള ഉദ്യോഗസ്ഥ, അവരെ പറ്റി പറയുന്നത് ഇത് ഭീകരവാദികളുടെ സഹോദരിയാണ്. എത്രത്തോളം അപകടകരമാണ് വർഗീയ ധ്രുവീകരണത്തിൻ്റെ BJPയുടെ നിലപാട് എന്നതാണ് സൂചിപ്പിക്കുന്നത്. ഇതുപോലെ വളരെ ശക്തമത്തായ രീതിയിൽ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയിട്ട് പാകിസ്ഥാൻ വിരുദ്ധത ഉപയോഗിച്ച് മുസ്ലിം വിരുദ്ധതയിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തടയണം. ജനാധിപത്യ സമൂഹത്തിന് അത് തടയേണ്ട ഉത്തരവാദിത്വമുണ്ട്. ഒരുതരം ഭ്രാന്ത് രൂപപ്പെടുത്താനാണ് ശ്രമം. അത് ദേശസ്നേഹപരമാണ് എന്നൊരു തെറ്റിദ്ധാരണയും വേണ്ട. അത് സത്യം പറഞ്ഞാൽ രാഷ്ട്രവിരുദ്ധമാണ്. ഇന്നിപ്പോൾ പോപ്പായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്നലെ സ്ഥാനാരോഹണം നടത്തി. അദ്ദേഹം പറഞ്ഞു, ലിയോ 14 അദ്ദേഹത്തിൻ്റെ പ്രസംഗം നമ്മൾ ഇന്ന് വായിച്ചു. അദ്ദേഹം യുദ്ധത്തിനെതിരായ ഏകോപിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന കേന്ദ്രീകൃത പ്രക്രിയക്കെതിരായ നമ്മളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് പോലെ തന്നെ വൈവിധ്യങ്ങളിലുള്ള പ്രത്യേകത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ലിയോ 14 പ്രസംഗം വളരെ ശ്രദ്ധേയമാണ്. ഇന്ന് ഫ്രാൻസ് മാപ്പാപ്പക്ക് കൃത്യമായ തുടർച്ച, ദുർബല ജനവിഭാഗങ്ങൾക്കൊപ്പം നിന്നുകൊണ്ടുള്ള കൃത്യമായ വിശദീകരണം. അവിടെയാണ് സഹിഷ്ണുതയോടുകൂടി മറ്റുള്ളവരെ കേൾക്കണം, ഡയലോഗ് വേണമെന്ന് അദ്ദേഹം പറഞ്ഞത്. അവരെ ഒറ്റപ്പെടുത്തി തകർക്കുകയല്ല വേണ്ടത്. ഞാൻ ഇന്ന് പ്രത്യേകത ഒരു ദിവസമായതുകൊണ്ട് അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നായനാരുടെ ദിനത്തിൽ വൈവിധ്യങ്ങളെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാനും എല്ലാ ജനവിഭാഗങ്ങളെയും സാമൂഹിക ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ചേർത്ത് പിടിക്കാനും സാധിക്കേണ്ടുന്ന ഇന്ത്യൻ പരിതസ്ഥിതിയിൽ മതവിദ്വേഷത്തെ അടിസ്ഥാനപ്പെടുത്തി വർഗീയമായി ജനങ്ങളെ അണിചേർക്കാൻ സ്വാതന്ത്ര്യ പോരാട്ടത്തിൻ്റെ, ദേശീയ പോരാട്ടത്തിൻ്റെ പാരമ്പര്യമുള്ള ഇന്ത്യയിലെ ഏറ്റവും ശക്തമത്തായ ദേശീയ പ്രസ്ഥാനം രൂപപ്പെടുത്തിയ ഇന്ത്യയെ തന്നെ തകർക്കാൻ ഇപ്പോഴ് ആ പ്രസ്ഥാനത്തിലൊന്നുമില്ലാത്ത ഈ ഭീകര നിലപാടുകൾ സ്വീകരിക്കുന്ന
നമുക്കെല്ലാം അറിയുന്ന സംഘപരിവാർ മേഖല, RSS, BJP ഉൾപ്പെടെയുള്ള വിഭാഗം അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇതിനെതിരായിട്ട് പൊരുതാൻ നമുക്കാവണം. ഈ വർഗീയ ധ്രുവീകരണത്തെ തുറന്നു കാണിക്കാൻ നമുക്കാവണം. വർഗീയ ധ്രുവീകരണത്തിന്റെ പുതിയ സാമ്പിൾ കേരളത്തിലുണ്ട്. നമ്മൾ കാണുന്നത് ഉത്തരേന്ത്യയിൽ മാത്രമല്ല, BJP മധ്യപ്രദേശ് മാത്രമല്ല, ഇവിടെയും തന്നെയാണ്. ഇവിടെ കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഒരു താൽക്കാലികക്കാരനാണ്. അദ്ദേഹം അവിടുത്തെ അധ്യാപകരെയും കുട്ടികളെയും ചേർത്ത് പറഞ്ഞിരിക്കുകയാണ്, ഇവിടെയുള്ള അധ്യാപകരും കുട്ടികളും ദേശവിരുദ്ധരാണ് എന്ന്. ദേശത്തിന്റെ സുരക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവ് ഇവരൊക്കെ ഇതിന്റെ വക്താക്കളും ബാക്കി അവിടെയുള്ള കോളേജിലെ കുട്ടികളും അതുപോലെ തന്നെ അധ്യാപകരും മുഴുവൻ ദേശവിരുദ്ധരാണ് എന്ന് പ്രഖ്യാപിക്കുന്ന, ഞാൻ പിന്നെ ഒരു വൈസ് ചാൻസലർ ആയതുകൊണ്ട് അതിനപ്പുറം പറയുന്നില്ല. ഇതെല്ലാം വളരെ വ്യക്തമായ അജണ്ടയാണ്. വർഗീയവൽക്കരണത്തിന്റെ അജണ്ട, കാവ്യവൽക്കരണത്തിന്റെ അജണ്ട. ഈ അജണ്ടയാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ തന്നെ വേറൊരു പകർപ്പാണ് വേടനെതിരായിട്ടുള്ള കടന്നാക്രമണം. വേടനെതിരെ പാലക്കാട് സഖാവ് പിണറായിയെ കണ്ട് സംസാരിക്കുന്ന ഫോട്ടോ ഇന്ന് നമ്മൾ കണ്ടു. വേടൻ എന്ന് പറയുന്നത് ഒരു പുതിയ ലോകത്തെ ആധുനികമായ ഒരു മ്യൂസിക് സംവിധാനത്തിന്റെ കേരളത്തിന്റെ പടനായകനായിട്ട് നിൽക്കുകയാണ് ഇപ്പോഴും വേടൻ. റാപ്പ് മ്യൂസിക് നമുക്കൊന്നും അത് അറിയില്ലായിരുന്നു. അപ്പോ RSSകാർ പറയാണ്, BJPക്കാർ പറയാണ്, ഇത് ജാതി ഭീകരതയാണ്, ജാതി ഭീകരത. റാപ്പ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത്. റാപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ലളിതമാണ്. നോക്കിയപ്പോ അർത്ഥം വളരെ വ്യക്തമാണ്. റാപ്പ് എന്ന് പറഞ്ഞാൽ റിത്തം ആൻഡ് പോയട്രി എന്നാണ്. നമ്മുടെ പദ്യം വളരെ മനോഹരമായി സമന്വയിപ്പിച്ച് ലയിപ്പിച്ച് കലാത്മകമായിട്ട് പാടുന്ന മ്യൂസിക്കാണ് റാപ്പ് മ്യൂസിക്. ആ റാപ്പ് മ്യൂസിക്കിനെ പറ്റിയാണ് പറയുന്നത് കലാഭാസമാണ്. ഇവരെന്ത് കല? ഈ RSSകാരന്, പ്രത്യേകിച്ച് അതിന്റെ മുഖപത്രത്തിന്റെ പത്രാധിപർ മസൂന് എന്ത് കല, എന്ത് കലാസ്വാദനം? ഒരു കലയെ പറ്റിയും വ്യക്തമില്ല, റാപ്പിനെ പറ്റി അറിയേയില്ല. എന്താണ് റാപ്പ്? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യൂറോപ്യൻ മേഖലയിൽ ഉൾപ്പെടെയുള്ള ലോകത്തിന്റെ പ്രശസ്ത സംവിധാനത്തിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ റാപ്പ്. അപ്പോഴാണ് ഇവിടെ വിശദീകരിക്കുന്നത് കലാഭാസം. പിന്നെയോ ജാതി അധിക്ഷേപം, സവർണ മേധാവിത്വത്തിന്റെ നിലപാടുകളെ ചരിത്ര അവബോധത്തോടുകൂടി വ്യക്തമായിട്ട് ഈ റാപ്പ് മ്യൂസിക്കിന്റെ ഭാഗമായി വേടൻ പറയുന്നുണ്ട്, അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷെ വേടൻ ഒരു കാര്യം ചെയ്തു. വെട്ടാളുണ്ട് വേടന്റെ ഒപ്പം. വെട്ടാളും ഒരു റൂമിൽ പോയി. അവിടെ നോക്കിയപ്പോൾ പോലീസുകാർ ബോധപൂർവം തന്നെയാണ്. വേടനെ പോലുള്ള ഒരാൾ ലക്ഷക്കണക്കിന് ആളുകളെ ആകർഷിക്കുന്നു എന്ന് പറയുമ്പോൾ പലർക്കും സഹിക്കില്ല എന്ന് നമുക്കറിയാം. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു ഭരണഘടനയും ഭരണകൂടവും വേണമെന്ന് പറയുന്നവരാണല്ലോ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ രാഷ്ട്രീയ പാർട്ടി BJP. ചാതുർവർണ്ണ വ്യവസ്ഥ, സനാതന ധർമ്മം. ഇവരെന്ത് സനാതന ധർമ്മത്തെ പറ്റിയാണ് പറയുന്നത്? അടിമതുല്യമായിട്ട് ജീവിച്ച പാവപ്പെട്ട കർഷക തൊഴിലാളിയുടെ, പാവപ്പെട്ട മനുഷ്യന്റെ ജീവിതത്തെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്ന അതിശക്തമത്തായ രീതിയിലുള്ള അദ്ദേഹം തന്നെ എഴുതി, അദ്ദേഹം തന്നെ കമ്പോസ് ചെയ്ത്, അദ്ദേഹം തന്നെ പാടുമ്പോൾ അതൊരു കരുത്തുണ്ട്, ഒരു ശക്തിയുണ്ട് ആ റാപ്പ് മ്യൂസിക്കിന്. അങ്ങനെയാണ് വേടൻ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസിദ്ധനായത്. വേടൻ ജയിലിൽ കിടക്കുമ്പോൾ ഞാനൊരു കാര്യം, ടീച്ചർ പറയുന്നത് വേടന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് മൈക്കും പോയിരുന്നത്. സത്യം പറഞ്ഞാൽ അദ്ദേഹം 6 ഗ്രാം കഞ്ചാവാണ് ആ റൂമിലുണ്ടായത്. ഇവരെട്ടാളും. പക്ഷേ യഥാർത്ഥത്തിൽ നിയമപരമായിട്ട് കഞ്ചാവ് കൈവശം വെക്കാം. കൈവശം വെച്ചില്ലെങ്കിൽ റൂമിലുണ്ടാകാൻ പാടുണ്ടോ? ഇല്ല. അത് തെറ്റന്നെയാണ്. വേടൻ പറഞ്ഞു എനിക്ക് തെറ്റുപറ്റി, എന്നെ നന്നാക്കാനോ എന്നോട് പറയാനോ എനിക്ക് പറഞ്ഞു തരാനോ ആരും ഉണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ വളർന്നു വന്നപ്പോൾ ഒരു ശീലമായിപ്പോയി. ആ ശീലം ഞാൻ നിർത്തുന്നു, ആ തെറ്റ് ഞാൻ ഏറ്റു പറയുന്നു. അത്രയും പറഞ്ഞാൽ അവസാനിപ്പിക്കേണ്ട കാര്യം. കേസെടുത്തോടെ, കേസ് കൈകാര്യം ചെയ്യാം. അപ്പോൾ തന്നെ ജാമ്യം കൊടുത്തു വിട്ടതാണ്. അപ്പോഴാണ് ചില ഉദ്യോഗസ്ഥന്മാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതെല്ലാം പറയുമ്പോൾ പാടുമ്പോൾ ഉള്ള ഒരു കണ്ണുകടി. അപ്പോൾ അദ്ദേഹം സൂക്ഷിച്ച് നോക്കി, ശരീരം മുഴുവൻ നോക്കിയപ്പോൾ ഒരു മാല കണ്ടു. മാല നോക്കിയപ്പോൾ അതിലൊരു
പുലിയുടെ പല്ലുണ്ട് ഇത്രേ. ആരോ കൊടുത്തതാണ് വേളയിൽ വല്ലാൻ നോക്കിയിട്ടൊന്നുമല്ല. വേളം പറഞ്ഞ് എനിക്കിതൊന്നും അറിയണ്ടായിരുന്നില്ല, എനിക്കൊരു മാല കിട്ടി, ഞാൻ ഇട്ടുവെന്ന് മാത്രമേ. പക്ഷെ ജാമ്യം കിട്ടാതെ വകുപ്പ് ചേർത്ത് കേസെടുക്കാനാണ് യഥാർത്ഥത്തിൽ ഫോറസ്റ്റുകാർ ശ്രമിച്ചത്. വല്ല കാര്യം ഉണ്ടായിരുന്നോ? റിമാൻഡിൽ കിടക്കുമ്പോൾ ഞങ്ങളൊരു വ്യക്തമായ നിലപാട് സ്വീകരിച്ചിട്ട് വാർഡൻ്റെ ഒപ്പം നിന്നു. അധസ്ഥിത ജനവിഭാഗത്തിൽ നിന്ന് ഉയർന്നു വന്ന ഈ കേരളം കണ്ട ഏറ്റവും പ്രമുഖനായ റാപ്പ് മ്യൂസിക്കിൻ്റെ വക്താവായിട്ട് രാജ്യമറിയുന്ന ലക്ഷക്കണക്കിന് ആളുകളെ ആകർഷിച്ച ആ ചെറുപ്പക്കാരൻ്റെ ഒപ്പം നിന്നിട്ട് ഞങ്ങൾ പറഞ്ഞു, തെറ്റായ ഒരു നിലപാടും സ്വീകരിക്കാൻ പാടില്ല, ഞങ്ങൾ ഈ കേരളീയ സമൂഹം വേടൻ്റെ ഒപ്പമായിരിക്കുമെന്ന് പരസ്യമായിട്ട് പറഞ്ഞപ്പോഴാണ് ചിത്രം മാറിയല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വാർഷികാഘോഷ പരിപാടിയുടെ ഭാഗമായിട്ട് ഔദ്യോഗിക പരിപാടി ഉണ്ടായിരുന്നു ഇടുക്കിയിലെ ആളുകൾ എന്നോട് തന്നെ വിളിച്ച് ചോദിച്ചു, എന്താ ചെയ്യുക, എങ്ങനെ ഒരു പരിപാടി, വേടൻ്റെ പരിപാടിയാണ്, എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞ ഒരു സംശയമില്ല, വേടൻ തെറ്റ് പറ്റിയെന്ന് സമ്മതിച്ചിട്ടുണ്ട്, തിരുത്താൻ ഗവൺമെൻറ്റാണ് ഇടപെട്ടത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പരിപാടി ഇടുക്കി പരിപാടിയുടെ ഭാഗമായിട്ട് വെക്കണം, വെച്ചോ എന്ന് പറഞ്ഞു. എന്താ ജനകീയമായൊരു മുന്നേറ്റം സൃഷ്ടിച്ചത് അവിടെ. ഇത് സവർണ മേധാവികളുടെ ബോധപൂർവമായ ഒരു കടന്നാക്രമമാണ്. വേടനെതിരായിട്ട് ഈ കടന്നാക്രമണം നടത്തിയാൽ സനാതന ധർമ്മത്തിന്റെ പേരും പറഞ്ഞ് ഇതുപോലുള്ള കലാകാരന്മാരെയും അതുപോലെ തന്നെ കലാസ്വാദന മേഖലയിൽ വരുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരെയും വേട്ടയാടാൻ ശ്രമിച്ചാൽ അതിന് ഈ കേരളീയ സമൂഹം നിന്നു കൊടുക്കില്ല എന്ന ഉറച്ച സമീപനത്തിൽ തന്നെയാണ് കേരളം മുന്നോട്ടേക്ക് പോയിട്ടുള്ളത്. ഇനിയും അങ്ങനെയാവുക കൃത്യമായ ധാരണയോടുകൂടി തന്നെയാണ്. വർഗീയവൽക്കരണത്തിന്റെ ഒരു ഭാഗമാണ്. അദ്ദേഹം ദേശവിരുദ്ധനാണെന്ന് പ്രഖ്യാപിക്കാനാണ്. ഇവന്റെ എല്ലാം കുത്തകയായിട്ടാണ് ദേശം. ഈ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു കടമയും നിർവഹിക്കാത്ത ബ്രിട്ടീഷുകാരോടൊപ്പം നിന്ന് പ്രവർത്തിച്ചവരാണ് ഈ RSS, ഹിന്ദു മഹാസഭ ഉൾപ്പെടെ. എന്നിട്ട് ഇവിടെ ഞങ്ങളെ ദേശീയത പഠിപ്പിക്കാൻ പുറപ്പെടുകയാണ്, കമ്മ്യൂണിസ്റ്റുകാരെ ദേശീയത പഠിപ്പിക്കാൻ പുറപ്പെടുകയാണ്. ആര്? ഈ പറയുന്ന RSകാരൻ. ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ ഘട്ടത്തിൽ ബ്രിട്ടീഷുകാരോടൊപ്പം മാത്രമേ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് മാപ്പെഴുതി കൊടുത്തു വന്ന സവാർക്കർ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒരു പാരമ്പര്യമുള്ള ശക്തികൾ, വിഭാഗങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംഘപരിവാർ വിഭാഗം. അപ്പോൾ ഈ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും പുരോഗമന പ്രസ്ഥാനത്തെയും അതിന്റെ ഇടതുപക്ഷ ആശയ സംഹിതയുടെ ഭാഗമായിട്ടുള്ള ജനകീയമായ മുന്നേറ്റത്തെയും തകർക്കാൻ ഇപ്പോൾ ഓരോരോ മേഖലയിലായി സ്വത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എന്നിട്ട് വർഗീയമായിട്ട് ചേരിതിരി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള എല്ലാറ്റിനെയും നമുക്ക് ശക്തിയായിട്ട് പ്രതിരോധിക്കാനാവണം. അവസാനത്തെ ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്തുകയാണ്. ഇനി നമുക്ക് ഒരു പുതിയ കേരളത്തിലേക്കുള്ള യാത്രയുടെ മധ്യത്തിലാണ് നമ്മളുള്ളത്. അതിന്റെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താനാവണം. ലോകത്തിന് മാതൃകയാവുന്ന ഒരു കേരളമാവണം. അതിപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പട്ടിണിയില്ലാതെ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി വരുന്ന നവംബർ 1-ാം തീയതി കേരളം മാറും. ദുർബലരായ 64,006 കുടുംബത്തെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രശ്നം പരിഹരിക്കും. 1-ാം തീയതി പ്രഖ്യാപിക്കും. വിദ്യാഭ്യാസ മേഖലയിൽ ലോകോത്തരമാണ് നമ്മൾ. ആരോഗ്യ മേഖലയിലും ലോകത്തെ വിസ്മയിക്കുന്നതാണ് കേരളത്തിന്റെ ചിത്രം. തൊഴിലില്ലായ്മയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഈ തൊഴിലില്ലായ്മ പരിഹരിക്കാനുള്ള സംരംഭ പ്രവർത്തനങ്ങൾ 3,50,000, ഏതാണ്ട് 7 ലക്ഷത്തിലധികം ആൾക്ക് തൊഴിൽ. ഇപ്പോഴിതാ മെഗാ ജോബ് ഫെയർ നടക്കാൻ പോവാണ്. വരുന്ന 21-ാം തീയതി മാങ്ങാട്ടുപറമ്പ്, നിങ്ങൾക്കറിയാം, എഞ്ചിനീയറിംഗ് കോളേജിലാണ് അതിന്റെ വേദി. 10,000-കണക്കിന് ആളുകൾ വരാൻ പോവുകയാണ് കണ്ണൂർ ജില്ലയുടെ വിവിധ മേഖലയിൽ നിന്നും. അവർക്ക് തൊഴിലിന് വേണ്ടി 10 ലക്ഷം ഡിമാൻഡ് നമ്മുടെ മുമ്പിലുണ്ട്. ഇവരെ അതിനെ പ്രാപ്തരാക്കണം. അവരെ പ്രാപ്തരാക്കിയ 1000-കണക്കിന് ആളുകൾക്ക് കണ്ണൂർ ജില്ലയിൽ നടക്കുന്ന മാങ്ങാട്ടുപറമ്പിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ നടക്കുന്ന ഈ ജോബ് ഫെയറിൽ നിന്ന് ജോലി ലഭിക്കും. ഒരു സംശയവും വേണ്ട. ഇപ്പോൾ തന്നെ 1000-കണക്കിന് ആളുകൾക്ക് നോളേജ് എക്കണോമി മിഷന്റെ ഭാഗമായിട്ട്, കേഡസ്കിന്റെ ഭാഗമായിട്ട് നമ്മുടെ ജില്ലയിൽ ഉൾപ്പെടെ ജോലി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കാം. ലോകത്ത് ഏറ്റവും കൂടുതൽ അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളുള്ള നാട് കേരളമാണ്. വാരിക്കോരിയെടുക്കാൻ നമുക്ക് യുവതി യുവാക്കളുണ്ട്, നല്ല വിദ്യാഭ്യാസം നേടിയവർ. അവരെ ഫലപ്രദമായിട്ട് കൃത്യമായ രീതിയിൽ ഒരു ദിശാബോധത്തോടെ സംഘടിപ്പിച്ച് മുന്നോട്ടേക്ക് പോയാൽ ഒരു സംശയവും വേണ്ട, കേരളം അതിശക്തിയായി മുന്നോട്ടേക്ക് പോകും. അവിടെ വാങ്ങൽ ശേഷി വർദ്ധിക്കും, തൊഴിലില്ലായ്മ പരിഹരിക്കും. അതുപോലെ തന്നെ ഈ മേഖലയിൽ ഉത്പാദിപ്പിക്കുന്ന ചരക്കുകൾക്ക് വലിയ മാർക്കറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. ഡിമാൻഡ് ആൻഡ് സപ്ലൈ അടിസ്ഥാനപ്പെടുത്തി കേരളം മുതലാളിത്ത സമൂഹത്തിന്റെ ഭാഗമായിട്ട് തന്നെ വളരും.
സോഷ്യലിസമൊന്നുമല്ല, ജനകീയ ജനാധിപത്യം ഗുണമല്ല. സോഷ്യലിസത്തിന്റെ ഭാഗമായ ഒരു ബദൽ സംവിധാനത്തിലൂടെ കേരളത്തെ മുന്നോട്ടേക്ക് നയിക്കുകയാണ്. അങ്ങനെ രണ്ടാം ടേം കഴിഞ്ഞ് മൂന്നാം ടേമിലേക്ക് ഒരു 10-20 കൊല്ലം കൊണ്ട് ലോകത്തെ ഏറ്റവും വികസിതമായ അർദ്ധവികസിതമായ രാജ്യങ്ങളുടെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് കേരളത്തെ എത്തിക്കുക എന്നതാണ് നവകേരളത്തിന്റെ ഉന്നം. സഖാവ് നായനാർ ഉൾപ്പെടെയുള്ള മഹാരഥന്മാരായ പാർട്ടി നേതാക്കളുടെ ഭരണാധികാരികളുടെ എല്ലാം പിന്മുറ പറ്റി നമുക്ക് ലോകത്തിന് മാതൃകയാവുന്ന ഒരു പുതിയ കേരളത്തെ സൃഷ്ടിക്കാനാവണം. അതായിരിക്കും സഖാവ് നായനാരുടെ ഇന്നത്തെ 21 വർഷമായി സഖാവിനെ നമ്മൾ ഇന്ന് പ്രത്യേകമായിട്ട് സ്മരിക്കുമ്പോൾ നമുക്കെടുക്കാനുള്ള പ്രതിജ്ഞ. സഖാവ് നായനാർ തുടങ്ങി വെച്ച് വളർത്തിയെടുത്ത അതേ ചുമതലകൾ വളരെ ഫലപ്രദമായി ലോകോത്തരമായ രീതിയിൽ ഞങ്ങൾ നിർവഹിക്കും എന്ന പ്രതിജ്ഞയോടുകൂടി സഖാവ് നായനാരുടെ സ്മരണക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.